ഇസ്രായേലിന് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഈ പേജറുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ എല്ലാ ഹിസ്ബുള്ള തീവ്രവാദികളും കൊല്ലപ്പെടണമെന്നില്ല എന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. കാരണം അവർ കൊല്ലപ്പെട്ടാൽ അതോടുകൂടി അത് തീർന്നു എന്നാണ്. അല്ലാതെ കാഴ്ച നഷ്ടപ്പെട്ടും കൈകാര്യങ്ങളില്ലാതെയും ഇവർ ജീവിക്കുന്നത് കാണുന്ന മറ്റുള്ളവർ ഒരു കാരണവശാലും ഇനി ഹിസ്ബുള്ളയുമായി ചേർന്ന് പ്രവർത്തിക്കില്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം കൂടി ഇസ്രായേലിനുണ്ടായിരുന്നു. പേജറുകൾ മുന്നിൽ വെച്ച് ഓണാക്കിയ പലർക്കും കാഴ്ച നഷ്ടപ്പെട്ടു. അവർ പലരും ഇപ്പോഴും അന്ധന്മാരെ തന്നെയാണ് ജീവിക്കുന്നത്. മികച്ച ചികിത്സ പോലും നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയും മൊസാദിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇവർ കൂട്ടത്തോടെ കൊല്ലപ്പെട്ടാൽ ഉണ്ടാകുന്നതിനേക്കാൾ പ്രശ്നങ്ങൾ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഇവർക്കെല്ലാം പരിക്കേറ്റ നിലയിലാണ് കൂടുതൽ ദുരന്തം സംഭവിക്കാനുള്ളത്. കാരണം ഇവരെ എവിടെ കൊണ്ട് ചികിത്സിക്കാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുപോലെ കാഴ്ച പോയവരെ ഇനി ഇവർ എന്ത് ചെയ്യും? അങ്ങനെ ചത്തതിനൊപ്പം ജീവിച്ചിരിക്കലും എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവർ പലരും ജീവിച്ചിരിക്കുന്ന മൃതശരീരങ്ങളായി മാറണം എന്നാണ് മൊസാദ് ആഗ്രഹിച്ചിരുന്നതെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയായിരുന്നു ഇതിന്റെ നിർമ്മാണം കൃത്യമായി നടത്തിയത്. പേജറുകൾ പൊട്ടിത്തെറിച്ചതിന്റെ അടുത്ത ദിവസം തന്നെയാണ് വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയത്. ഇത് ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് മാത്രമല്ല, ലെബനനിലും സിറിയയിലും എല്ലാമുള്ള സാധാരണക്കാര ജനങ്ങൾക്ക് പോലും വല്ലാതെ ഭയം വിതച്ച ഒന്നായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. കാരണം തങ്ങളുടെ കൈവശമുള്ള ഏത് ഇലക്ട്രോണിക് ആയുധവും ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാം എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് ഇവരെല്ലാം ചെന്നെത്തി. അങ്ങനെ ഹിസ്ബുള്ള തീവ്രവാദികൾ മാത്രമല്ല, ഈ രാജ്യത്തെ ജനങ്ങളുമൊക്കെ തങ്ങളുടെ കൈവശമുള്ള എന്തിന് ഫ്രിഡ്ജ് പോലും ഉപയോഗിക്കാൻ ഭയപ്പെട്ടു. അതല്ലെങ്കിൽ അയൺ ബോക്സ് തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്തെല്ലാം ഒരു വീട്ടിലുണ്ടോ അതെല്ലാം തന്നെ ഇവർ പലരും എടുത്ത് വീടിന് പുറത്തേക്ക് എറിയുന്ന അവസ്ഥ പോലും എത്തിയെന്നാണ് ഈ ഏജന്റുമാർ പറയുന്നത്.